ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നാടൻ മലബാർ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ അരിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതാ ഒരു 4 സവാള ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ലേശം മല്ലിയിലയും പുതിനയിലയും. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആദ്യം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം, ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. ഇനി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നേരത്തെ കഴുകി വെച്ച നമ്മളെ ചിക്കൻ, 2 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ആ ചിക്കനൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. ചിക്കനൊരു 1/4 ഭാഗമെങ്കിലും വേവാണ് കേട്ടോ, എന്നാലാണ് ദമ്മിൽ അത് അധികം നേരം നമ്മൾ ദമ്മിൽ ഇടില്ല. ഒരു 10-15 മിനിറ്റ് ഇടുള്ളൂ. അപ്പോൾ പിന്നെ ചിക്കനൊക്കെ ഒന്ന് 1/4 ഭാഗമെങ്കിലും ഒന്ന് വെന്ത് കിട്ടണം. ഇതിൻ്റെ മേലെ ഞാൻ 2 ടേബിൾ സ്പൂൺ പശുനെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാൻ ചെറുനാരങ്ങ നീരിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതൊന്ന് ചോറിൻ്റെ മേലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.